നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. കടമ്പനാട് കല്ലുകുഴിയിലാണ് വിനോദയാത്രയ്ക്ക് പോയ ബസ് മറിഞ്ഞ അപകടമുണ്ടായത്. ദേശീയപാതയിൽ കടമ്പനാട് കല്ലുകുഴി ജംഗ്ഷന് സമീപത്ത് വെച്ച് ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ 40-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പാട്ടും വെച്ച് അമിത വേഗതയിൽ വളവ് തിരിയവേ ബസ് നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇന്ന് രാവിലെ 6:30-യോടെയാണ് അപകടം നടന്നത്. കൊല്ലം പള്ളിമുക്ക് ഫാത്തിമ മെമ്മോറിയൽ BEd കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇതിൽ 44 സ്ത്രീകളും 5 പുരുഷന്മാരും ഉണ്ടായിരുന്നതായാണ് സൂചന. കല്ലുകുഴി ജംഗ്ഷനിലെ വളവ് വേഗത്തിൽ വീശിയെടുത്തപ്പോൾ നിയന്ത്രണം തെറ്റി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. വണ്ടിയുടെ ടയർ തേഞ്ഞു തീർന്നതായിരുന്നു എന്നും ദൃക്സാക്ഷികൾ പറയുന്നു. കോളേജിൽ നിന്നും വാഗമണിലേക്ക് 2 ബസ്സുകളിലായാണ് വിദ്യാർത്ഥികളും അധ്യാപകരും സഞ്ചരിച്ചിരുന്നത്. മുന്നിൽ വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ നടക്കാനിറങ്ങിയ കടമ്പനാട് പഞ്ചായത്ത് മുൻ അംഗം രഞ്ജിത്ത് കല്ലുകുഴി, കൊട്ടാരക്കരയിൽ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ജേക്കബ് പി ജോൺ എന്നിവരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് അടൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി. പരിക്കേറ്റവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. അപകടത്തിൽ വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് കേബിൾ പിന്നാലെ വന്ന KSRTC ബസ്സിൽ കുരുങ്ങുകയും ചെയ്തു. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയാണ് ബസ്സിൽ കുരുങ്ങിയ കേബിളുകൾ നീക്കം ചെയ്തത്.